ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, പിപ്പായുടെ അംഗങ്ങളെ, പ്രിയപ്പെട്ട ദേശസ്നേഹികളായ ജനാധിപത്യ വിശ്വാസികളെ, ഏറെ വൈകി ആണ് ഈ യോഗം നടക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് അഭംഗി എന്ന നിലയ്ക്ക് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ മേഖലയിൽ കാര്യമായ പോലീസ് കേസുകളൊന്നും പാലോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം വളരെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഗാർഡ് സ്റ്റേഷനിൽ വെച്ച് ചെറിയ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു അസ്വാരസ്യം നടന്നതൊഴിവാക്കി കഴിഞ്ഞാൽ ഈ മേഖല പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ മേഖല നൽകുന്നത്. അതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ നന്ദി രേഖപ്പെടുത്തേണ്ടത് പിപ്പയോടും പിപ്പയുടെ എല്ലാ പ്രവർത്തകരോടുമാണ്. ഒരു മേഖല എങ്ങനെ സമാധാനപൂർണമായി മാറ്റിയെടുക്കാം എന്നതിന് ഒരു മകുടോദാഹരണമാണ് പിപ്പ. പിപ്പയുടെ MD-യുടെ പ്രവർത്തനം, അദ്ദേഹം സഹപ്രവർത്തകരോട് പെരുമാറുന്ന രീതി, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇവയൊക്കെ തന്നെ ഒരു ബിസിനസ് എങ്ങനെ നടത്താം എന്ന് കേരളത്തിലെ തകർന്നു പോകുന്ന പല ബിസിനസ് സാമ്രാട്ടുകളും ഒക്കെ തന്നെ പഠിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു പ്രദേശത്തെ അവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കുക മാത്രമല്ല, അവിടുത്തെ ജീവനക്കാർക്ക് അവരുടെ ജീവിത മേഖല അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കിയ അമ്മമാരെ പോലും കണ്ടെത്തി അവർക്ക് മാസം ഒരു പെൻഷൻ തുക അനുവദിക്കുക, നൽകുക, തൻ്റെ ലാഭത്തിൽ നിന്ന് നൽകുക എന്ന ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു സത്കർമ്മം കൂടെയാണ് MD നടത്തി വരുന്നത്. ഇതൊക്കെ തന്നെ ഈ നാട് കണ്ടുപിടിക്കേണ്ടതാണ്. ഈ മലയോര ഗ്രാമത്തിൽ അദ്ദേഹം ചെയ്യുന്ന സേവനം, അദ്ദേഹത്തിന്റെ സേവനം, ചിലർ ചെയ്യുന്ന സേവനം അത് മതേതര സ്വഭാവത്തിലൂടെയല്ല. പക്ഷേ ഇവിടെ കണ്ടുവരുന്നത് ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ തനിക്ക് ഈ നാടിൽ നിന്ന് കിട്ടുന്ന, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നും അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം കാണിക്കുന്ന ഈ മഹാമനസ്കത എത്ര തന്നെ ശ്ലാഘിച്ചാലും മതി വരില്ല എന്ന യാഥാർത്ഥ്യം കൂടെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. കേരള പോലീസിന്റെ കഴിഞ്ഞ സ്പോർട്സിനും അതുപോലെ തന്നെ ഏത് പരിപാടി വന്നാലും അവർക്ക് ഈ വേനൽക്കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ, ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ കുടിവെള്ളം പിപ്പ നമുക്ക് ഏർപ്പെടുത്തി. നെടുമങ്ങാട് സബ് ഡിവിഷനിലെ വെയിൽ കൊള്ളുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ സമയത്ത് ധാരാളം വാട്ടർ ബോട്ടിൽ നമുക്ക് തന്ന് സഹായിച്ചതിൻ്റെ നന്ദിയും കടപ്പാടും കൂടെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭത്തിനും നാൾക്കുനാൾ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിനും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഈ 79ാം സ്വാതന്ത്ര്യ ദിന ആശംസകളോടൊപ്പം വരുന്ന അഡ്വാൻസ് ഓണാശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പിപ്പ കമ്പനി സുദീർഘമായ സേവനത്തിന് ഒരു കർത്തവ്യ ധീര പുരസ്കാരം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും എല്ലായിടത്തും തിരക്കിയും ശേഷമാണ് ഇത്തരമൊരു പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ പുരസ്കാരത്തിന് അർഹനായത് ജില്ലയിലുള്ള
എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കണക്കെടുത്ത് തിരക്കിയതിനു ശേഷം നടപ്പിലാക്കിയ ഈ കർത്തവ്യ ധീര പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി KS അരുൺ സാറാണ്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ടിപ്പയുടെ സിഇഒയും ജനറൽ മാനേജരെയും പ്രത്യേകപൂർവ്വം ക്ഷണിക്കുകയാണ്.